ഹായ് ഗൈസ്. സോ ലാസ്റ്റ് സെഷനിൽ നമ്മൾ കോഡ് എഴുതിയിരുന്നപ്പോൾ ലൈക്ക് കൗണ്ട് കാണിക്കണം എന്നും പറഞ്ഞിട്ട് എഴുതിയിരുന്നത് സ്ക്രീനിൽ, ബട്ട് റീഫ്രഷ് ചെയ്യുന്നുണ്ടായില്ല കറസ്പോണ്ടിങ്. ഇപ്പം ഞാൻ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ മ്യൂട്ടേഡ് നടക്കുന്നുണ്ട്, പക്ഷേ അത് കോൾ ആവുന്നില്ല. അതിൻ്റെ നമ്മളെന്താണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഇഷ്യൂ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഫിക്സ് ചെയ്യണം. ഓക്കെ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് നമ്മൾ. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ പ്രശ്നത്തെ ഹൈലൈറ്റ് ചെയ്യണം. ഐ മീൻ ലൈക്ക് കണ്ടുപിടിക്കില്ല എന്തുകൊണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ റീഫ്രഷ് ചേട്ടനെ ഞാൻ സ്ക്രീൻ റീഫ്രഷ് ചെയ്യാം. സോ റീഫ്രഷ് ചെയ്യുമ്പോൾ പോലും ലൈക്സ് ഒന്നും വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റും, ഇത് മ്യൂട്ടേഷനിലല്ല പ്രശ്നമുള്ളത്. ഓക്കെ, പ്രശ്നം ഇനീഷ്യൽ ക്വറിയിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. കാരണം പേജ് ലോഡ് ചെയ്യുമ്പോൾ ഡാറ്റ ഫെച്ച് ചെയ്യുന്നില്ല. ആക്ച്വലി ചെയ്യുന്ന ക്വറിയിൽ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് നമുക്കിത് കിട്ടാത്തത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ക്രിയേറ്റ് ചെയ്ത ക്വറീസിൽ ഫെച്ച് സോങ് ഡോട്ട് ക്വറീസിൽ പോയി. ഓക്കെ, ഫെച്ച് ഡോട്ട് ക്വറി നോക്കുമ്പോൾ ലിറിക്സിന് നമ്മൾ എന്തെടുക്കുന്നത്, ഇപ്പോൾ സോങ്ങിൻ്റെ ഐ ഡി വെച്ചെടുത്തിട്ട് നമ്മൾ സോങ്ങിൻ്റെ ടൈറ്റിലും ഐ ഡിയും കിട്ടുന്നുണ്ട്. ലിറിക്സിൻ്റെ ഐ ഡിയും കണ്ടൻറ്റാണ് നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ ലിറിക്സിൽ ലൈക്സ് പ്രോപ്പർട്ടിയും കൂടി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു, പക്ഷെ അത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. സോ ഈ ക്വറി നമുക്ക് ചെറുതായിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടൻറ്റിന് ശേഷം ലൈക്സും കൂടിയും എടുക്കുകയാണ്. കാരണം ഞാൻ പറയുകയാണ് എനിക്ക് ലൈക്സും കൂടിയും വേണം എന്നുള്ളത് നമ്മുടെ ക്വറിയിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈക്സും കൂടി എടുക്കുന്നത്. ഓക്കെ, സോ ഇതോടെ പേജ് ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലൈക്സ് കൗണ്ട് നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ സേവ് ചെയ്യാം, എന്നിട്ട് ബിൽഡ് കമ്പൈൽ സക്സസ്ഫുള്ളി കമ്പൈൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് റീലോഡ് ചെയ്തിട്ട് നോക്കാം. സോ കറൻ്റ്ലി നമുക്ക് ലൈക്ക് കിട്ടുന്നുണ്ട് കറസ്പോണ്ടിങ് പാട്ടിൻ്റെ. ഇപ്പം ഞാനിവിടെ ഇത് കൊടുക്കണമെങ്കിൽ 1 വന്നിട്ടുണ്ട്. ഇതെല്ലാം 0 എന്ന് ഞാൻ ചെക്ക് ചെയ്യാം. 1 ഓക്കെ, 4 5 6 7 എന്നൊക്കെ വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് യു ഐയിൽ ലൈക്ക് കൗണ്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ കറൻ്റ്ലി. ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട് കറസ്പോണ്ടിങ്ങിൽ. സോ അത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് സ്റ്റൈലിംഗ് ഇഷ്യൂസ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഉള്ളത്, അതൊന്ന് ഫിക്സ് ചെയ്യാൻ നോക്കാം ഒരു പരിധി വരെ. സോ അതിന് വേണ്ടിയിട്ട് ഐക്കണും നമ്പർ തമ്മിൽ ഗ്യാപ്പ് ഭയങ്കര കണ്ടുപോകാനുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലിറിക് ലിസ്റ്റ് കമ്പോണ്ട് നമ്മൾ എഴുതിയിരിക്കുന്ന കമ്പോണൻ്റ് ഉണ്ടല്ലോ, ലിറിക് ലിസ്റ്റ് കമ്പോണൻ്റ്. സോ ഇതിൽ ഐക്കണും നമ്പറും തമ്മിൽ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് അത് ഞാൻ റാപ്പപ്പ് ചെയ്യാണ് ഒരു ഡിവിലേക്ക് ഇട്ടിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡിവ് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഞാനിത് കട്ട് ചെയ്തിട്ട് ഡിവിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഡിവിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഡിവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കറൻ്റ്ലി. ഇനി ഈ ഡിവിന് ഞാനൊരു ക്ലാസ് നെയിമും കൂടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നത് വോട്ട് ബോക്സ് എന്ന് പറഞ്ഞ് ചുമ്മാ ക്ലാസ് നെയിം കൊടുക്കാം. എന്നിട്ട് ഞാൻ സേവ് ചെയ്യാം. എന്നിട്ട് നമ്മളിനി എന്ന് വെച്ചാൽ സ്റ്റൈൽസ് ഡോട്ട് CSS എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത് അത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ വോട്ട് ബോക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയ ക്ലാസ് ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ഞാൻ പ്രോപ്പർട്ടി കൊടുക്കണം ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അലൈൻ ഐറ്റംസ് സെൻറ്റർ എന്ന് പറഞ്ഞ് ഞാൻ 2 പ്രോപ്പർട്ടി കൊടുത്തു, CSS സ്റ്റൈൽ കൊടുത്തു. മെറ്റീരിയൽ ഐക്കൺസിൽ ഞാൻ ഒരെണ്ണം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, മാർജിൻ റൈറ്റ് വന്നിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 5 പിക്സൽ കൊടുത്തേക്കാം. ഓക്കെ, നമുക്കൊന്ന് സേവ് ചെയ്യാം. സോ ഡിസ്പ്ലേ ഫ്ലെക്സും പ്ലസ് അലൈൻ ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ CSS എന്ന് അറിയാമെന്ന് ഇരിക്കുന്നു. അതിൽ അലൈൻ ഐറ്റം സെൻറ്റർ എന്ന് കൊടുക്കുക വെർട്ടിക്കൽ അലൈൻമെൻറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 പ്രോപ്പർട്ടിയും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഐക്കണും നമ്പറും തമ്മിൽ ഇടയിൽ സ്പേസ് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എന്താ പറയുക ഇത് കൊടുത്തിരിക്കുന്നത്, മാർജിൻ റൈറ്റ് ഞാൻ കൊടുത്തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോയെന്ന്. സോ ഞാൻ ബ്രൗസറിൽ പോയിട്ട് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. സോ അത്യാവശ്യം വരുന്നുണ്ട്, ഇപ്പോൾ ഇൻക്രിമെൻ്റ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ഇൻക്രിമെൻ്റ് ഒരു ഡബിൾ ഡിജിറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അലൈൻമെൻറ്റ് വീഡിയോ ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അതിനായിട്ട് കൂടുതൽ CSS ഫൈൻ ട്യൂണിങ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അത് വിഡ്ത്ത് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓർഡർ സ്വാപ്പ് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ വെച്ച് ചെയ്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ അത് ഞാൻ ചെയ്യുന്നില്ല. അത് നിങ്ങൾ CSSൽ ഒന്ന് വർക്ക് ചെയ്തിട്ട് ഇത് ഫിക്സ് ചെയ്യാം നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളത്. ഓക്കെ,
ഇനി ഒരു ചെറിയ പ്രശ്നം ഇതിലെന്ന് വെച്ചാൽ ഞാനിവിടെ നമ്പർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നില്ല. ലൈക്ക് ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഡിലേ ഉണ്ട്. കാരണം ഇത് API വിളിച്ച് API ഡാറ്റ വന്നിട്ടാണ് കറസ്പോണ്ടിങ്ങിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ചെറിയൊരു ഡിലേ ഉണ്ടെന്ന് പറയാം, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഡിലേ ഉണ്ട്. സോ ഈ ഡിലേ ഒഴിവാക്കണം, ഒന്നാമത്തെ കേസ്. പിന്നെ യൂസർ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഈ ലൈക്ക് കൗണ്ടിൽ ഇൻക്രിമെൻറ്റ് കാണിക്കണം. പിന്നീട് ബാക്ക് എൻഡ് റെസ്പോൺസ് വന്നാൽ അത് UI-ലായിട്ട് മെർജ് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് കൗണ്ട് കാണിക്കാം. ഓക്കെ, ഈ ടെക്നിക്കിനെ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് UI അപ്ഡേറ്റ് എന്നാണ് സാധാരണ പറയാറുള്ളത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യുക. ഞാൻ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ് തീർച്ചയായും ഫിക്സ് ചെയ്ത് തരാം. താങ്ക്സ് ലോട്ട്, ബൈ.